എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേരളം കണ്ടിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കടന്നു പോകുന്നത്. ഏപ്രിൽ അവസാനിക്കുമ്പോൾ 47% മഴയുടെ കുറവാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 14 ജില്ലകളിലും പ്രതീക്ഷിച്ച മഴ ചതിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ആശ്വാസ വാർത്തയുമുണ്ട്. വരുന്ന 48 മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ മാറുവാനായിട്ട് പോവുകയാണ്. ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം. സാധാരണയായിട്ട് മാർച്ച് 1 മുതൽ മെയ് 31 വരെയാണ് കേരളത്തിൽ വേനൽ മഴ ലഭിക്കുന്നത്. എന്നാൽ ഇത്തവണ ഏപ്രിൽ അവസാനിക്കാറായിട്ടും സംസ്ഥാനത്ത് ലഭിക്കേണ്ട മഴയിൽ 47% മുതൽ 60% വരെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാലക്കാട്, തൃശ്ശൂർ ഈ ജില്ലകളിൽ ചൂട് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ തുടർച്ചയായിട്ട് രേഖപ്പെടുത്തുകയാണ്. ഇവിടെ വില്ലനായിട്ട് മാറിയിരിക്കുന്നത് എൽ നിനോ എന്ന പ്രതിഭാസമാണ്. എന്തുകൊണ്ടാണ് മഴ പെയ്യാത്തതെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും വില്ലൻ എന്ന് പറയുന്നത് ഇവിടെ എൽ നിനോ ആണ്. പസഫിക് സമുദ്രത്തിലെ ജലം അമിതമായിട്ട് ചൂടാകുന്ന ഈ പ്രതിഭാസം ആഗോളതലത്തിൽ തന്നെ മഴയുടെ ചക്രത്തെ തെറ്റിക്കുന്നതാണ്. ഇത് കേരളത്തിന് മുകളിലുള്ള വായുവിലെ ഈർപ്പം കുറയ്ക്കുവാനും മേഘങ്ങൾ രൂപപ്പെടുന്നത് തടയുവാനും സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും വായു വരണ്ടതാകുന്നതോടുകൂടി വെയിൽ നേരിട്ട് ഭൂമിയിൽ പതിച്ച് താപനില ഉയരുന്നതാണ് ഇവിടെ പ്രശ്നമായിട്ട് നമുക്ക് വരുന്നത്. കൃഷിയും കുടിവെള്ളവും നേരിടുന്ന വെല്ലുവിളിയാണ്. പാലക്കാടൻ പാടശേഖരങ്ങൾ വിണ്ടുകീറുന്ന അവസ്ഥയിലാണ്. കൃത്യസമയത്ത് മഴ ലഭിക്കാത്തത് രണ്ടാം വിളയെയും വരാനിരിക്കുന്ന കൃഷിയെയും ബാധിച്ചിരിക്കുകയാണ്. കുരുമുളക്, കാപ്പി, റബ്ബർ എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള പൂമഴ ലഭിക്കാത്തത് കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയാണ്. അതോടൊപ്പം തന്നെ KSEBയുടെ കാര്യം പരിശോധിച്ചാൽ ഡാമുകളിൽ ജലനിരപ്പ് ഗണ്യമായിട്ട് താഴുകയാണ്. ഇടുക്കി പോലുള്ള പ്രധാന ഡാമുകളിൽ സംഭരണശേഷിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇപ്പോൾ വെള്ളമുള്ളത്. ഇത് വൈദ്യുതിയുടെ ഉൽപാദനത്തെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രതിസന്ധികൾക്കിടയിലും നമുക്ക് ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഏപ്രിൽ 30 മുതൽ സംസ്ഥാനത്ത് വേനൽ മഴ വീണ്ടും സജീവമാകുന്നതാണ്. ഇതിന് കാരണമാകുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ രൂപപ്പെടുന്ന MGO പ്രതിഭാസമാണ്. ഇതിന്റെ ഫലമായിട്ട് അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുകയും അടുത്ത കുറച്ച് ദിവസങ്ങളിൽ മിക്ക ജില്ലകളിലും ഇടിയോടുകൂടിയ മഴ ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ ഇതിനോടകം തന്നെ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചുട്ടുപൊള്ളുന്ന കേരളത്തിന് ഇത് വലിയൊരു ആശ്വാസമാകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.